പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവെ അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സമാധാനം, സന്തോഷം, ഐക്യം, വിശുദ്ധി എല്ലാം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, തിന്മയുടെ സ്വാധീനങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന് ശക്തമായ നിറവിനാൽ നിറച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ, സൗഖ്യം നൽകണമേ, ധൈര്യം നൽകണമേ, ശക്തി നൽകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ, ഒത്തിരിയേറെ വലിയ പ്രാർത്ഥനയിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ലോകത്തിൻ്റെ അരൂപികളും പൈശാചിക ആരൂപികളും സാധാന്യ ശക്തികളും അതുമായിട്ട് ബന്ധപ്പെട്ട ആധിപത്യങ്ങള്, അടിമത്തങ്ങള്, കെണികള്, ദുശീലങ്ങള്, തർക്കദോഷങ്ങള്, മരണത്തിന്റെ സ്വഭാവമുള്ള അരൂപികള് എല്ലാറ്റിനെയും ബന്ധിച്ച് നിർവീര്യമാക്കുന്ന വലിയ പ്രാർത്ഥനയിലാണ് നമ്മളായിരിക്കുന്നത്. ഈ പ്രാർത്ഥന ഈശോയുടെ വലിയൊരു പ്രവൃത്തിയാണ്. അതായത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തില് 1-ാം അധ്യായത്തില് ആ പിശാച് ബാധിതനെ സുഖപ്പെടുത്തി കഴിയുമ്പോ ജനങ്ങൾ പറയുന്നുണ്ട്, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ കൽപ്പിക്കുകയും അവ അത് അനുസരിക്കുകയും ചെയ്യുന്നു. അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനം. യേശുവിന്റെ നാമത്തില് പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കാനുള്ള ഈ അധികാരം ദൈവമക്കൾക്ക് അവിടുന്ന് നൽകി. ആ അധികാരത്തിന്റെ പുതിയ പ്രബോധനമാണ് അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, ആജ്ഞാപിക്കുന്നു, അവയെ ബഹിഷ്കരിക്കുന്നു. അങ്ങനെ അനേകം മക്കളെ സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ പ്രവൃത്തി. നമ്മൾ ആ പ്രാർത്ഥനയിലാണ് ഈ ദിവസങ്ങളായിരിക്കുന്നത്. നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു മേഖല നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വ്യക്തി ജീവിതത്തില്, നമ്മുടെ പാരമ്പര്യത്തില്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളില് മക്കളില് കടന്നു വന്നിട്ടുള്ള ചില അരൂപികളുണ്ട്. എങ്ങനെ? പാപത്തിലൂടെ അല്ലെങ്കിൽ പിശാചിന്റെ ഒരു പ്രവൃത്തിയിലൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന ചില പൈശാചിക സാന്നിധ്യങ്ങൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ പാപത്തിലൂടെയും അതിൻ്റെ ഒരു അരൂപിക്ക് കുടുംബത്തില് നമ്മുടെ ജീവിതത്തില് സ്വാധീനം കിട്ടും. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം പറയുന്നുണ്ട്, ആദത്തിന്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാത്തവരുടെ മേൽ പോലും പാപത്തിന്റെ വേദനമായ മരണം ആധിപത്യം പുലർത്തി. പ്രിയപ്പെട്ടവരെ, ഒരു ആധിപത്യം കടന്നു വരികയാണ് ആദത്തിന്റെ പാപത്തിലൂടെ. അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോ കായേനിലേക്ക് കയറിപ്പറ്റിയ ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് ചെയ്ത പ്രവൃത്തി ആദം ചെയ്ത പ്രവൃത്തിയല്ല. ആദം ദൈവത്തിന്റെ വചനം ലംഘിച്ച് പഴം പറിച്ചു തിന്നു. എന്നാൽ കായേൻ ചെയ്തത് സ്വന്തം സഹോദരനെ കൊന്നു. അപ്പൻ ചെയ്ത അതേ പ്രവൃത്തിയല്ല മകൻ ചെയ്തത്. പക്ഷെ അപ്പന്റെ പാപത്തിന്റെ വേദനമായ മരണത്തിന്റെ ഒരു പ്രവൃത്തി, ഒരു സ്വഭാവം, ഒരു ആധിപത്യം ഈ മകനിലൂടെ ഇതാ കൈമാറ്റപ്പെടുകയാണ്. ഇതുപോലെ മദ്യപാനത്തിന്റെ മേഖല, മദ്യപാനത്തിന്റെ ദുരാത്മാവ്, വ്യഭിചാരത്തിന്റെ പ്രവൃത്തി ഒരു കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ വ്യഭിചാരത്തിന്റെ ആത്മാവ്
ഇതറിയണമെങ്കിൽ ദാവീദിൽ നോക്കിയാൽ മതി. ദാവീദ് ഉറിയയുടെ ഭാര്യയെ പ്രാപിച്ചു, വ്യഭിചാരം. പിന്നീട് ഉറിയായെ ചതിച്ചു, ചതിയുടെ ആത്മാവ് ഉറിയായെ മദ്യം കൊടുത്തു, മദ്യപാനത്തിന്റെ ആത്മാവ് ഉറിയായെ കൊന്നു, കൊലപാതകത്തിന്റെ ആത്മാവ്. ഈ ആത്മാവ് ഈ ദാവീദിലൂടെ കുടുംബത്തിൽ കയറിയപ്പോ പിന്നെ ആ കുടുംബത്തിൽ വ്യഭിചാരത്തിന് ദുർഭൂതം കയറി കളിച്ചു. സ്വന്തം പെങ്ങളിൽ താമാറിൽ അമ്നോന് ജഡികാസക്തി, വ്യഭിചാര ദുർഭൂതം. പിന്നീട് അമ്നോൻ ആ അവസ്ഥയിൽ നിന്ന് നശിച്ചുപോയി. അബ്സലോം അമ്നോനെ കൊല്ലുന്നു. അപ്പന്റെ ഭാര്യമാരെ അബ്സലോം പരസ്യമായി പ്രാപിക്കുന്നു. വ്യഭിചാര ദുർഭൂതം. പിന്നീട് അപ്പനെ പുറത്താക്കി. അപ്പന്റെ സൈന്യം അബ്സലോമിനെ കൊല്ലുന്നു. അങ്ങനെ കൊലപാതകത്തിന്റെ, മദ്യപാനത്തിന്റെ, ചതിയുടെ, വ്യഭിചാരത്തിന്റെ ദുർഭൂതം ഈ ദാവീദിലൂടെ കയറിപ്പറ്റിയത് ആ കുടുംബത്തിൽ പിന്നീട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നിട്ടുള്ള അരൂപികൾ, ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രവൃത്തി, അതോടൊപ്പം തന്നെ ഗർഭചിത്രം, വിവാഹമോചനം, മിശ്ര വിവാഹം, ദാമ്പത്യ അവിശ്വസ്തത, അവിഹിത ബന്ധം, ഇനി ആത്മഹത്യ, കൊലപാതകം, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ പാപത്തിലൂടെ നമ്മൾ വിളിച്ചു കൊണ്ടുവരുന്ന, അധികാരം കൊടുക്കുന്ന, ആധിപത്യം കൊടുക്കുന്ന ചില പൈശാചിക സാന്നിധ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തില് പ്രിയപ്പെട്ടവരെ പിശാചിന് അവസരം കൊടുക്കരുത്. കുടുംബ കലഹം, അമ്മായിമ്മ പോര്, ഒരു മരുമകള് അമ്മായിയമ്മയെ കരയിപ്പിച്ച് വേദനിപ്പിച്ച് ആ അമ്മ ശപിക്കാനൊക്കിടയായാൽ ആ അരൂപി ആ കുടുംബത്തിൽ കിടക്കും. പിന്നീട് ഈ മരുമകള് അമ്മായിമ്മയാകുമ്പോ അത് ഇരട്ടി എന്ന പോലെ ഈ മരുമകൾക്ക് സ്വന്തം മരുമക്കളിന്നോ മക്കളിന്നോ അനുഭവിക്കേണ്ടി വരും. കാരണം ഓരോ പ്രവൃത്തിയിലൂടെയും ഒരു ആത്മാവിനെയാണ് കുടുംബത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് പല ആൾക്കാരും പല പല പ്രശ്നങ്ങൾ പറയുമ്പോ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടായി, അതിന്റെ പിന്നിൽ കുടുംബത്തിലേക്ക് വന്ന് ആ കുടുംബത്തിന് മേല് ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന ചില ആത്മാക്കൾ. അതായത് പറഞ്ഞ ആത്മാവാണ് ജീവൻ തരുന്ന. ശരീരം, ഒരു കുടുംബം, ഒരു വീട്, ഒരു മുറി ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു മുറിയില് വ്യഭിചാരം നടന്ന മുറിയാന്ന് നോക്കൂ. ആ മുറിയില് വ്യഭിചാര ദുർഭൂതത്തിന് ഒരു പ്രത്യേകമായൊരു സാന്നിധ്യ ശക്തിയുണ്ട്. ചിലപ്പോ ആ മുറി കയറുമ്പോ ആ കയറുന്ന വ്യക്തിക്ക് ജഡികാസക്തി തോന്നാം. ഒരു കുടുംബത്തില് ആത്മഹത്യ നടന്ന ഒരു വീട്, ഒരു മുറി, ഒരു സ്ഥലം, ആ സ്ഥലത്ത് ആ പ്രവൃത്തിക്ക് കാരണമായ ആത്മഹത്യയുടെ ദുരാത്മാവ്. ഇങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരിയേറെ മേഖലകളിൽ ഇത് പഠിക്കുമ്പോ ഇതൊക്കെ അച്ഛൻ പഠിച്ച് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് ഈ പറയുന്നത്. ഇത് ഒരു വലിയ സത്യമാണ് എന്നുള്ളതിന് ആത്മീയമായ മേഖലയിൽ ഒരു സംശയമില്ല. ആത്മഹത്യ, ദുരാത്മാവ്, വ്യഭിചാരം, അല്ലെങ്കിൽ നിങ്ങൾ പ്രേമ കല്യാണം, ചില കുടുംബം നോക്കിയോ അതേ സംഗതി തന്നെ കൈമാറിക്കൊണ്ടിരിക്കും. ആത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കണം. അതുകൊണ്ട് തന്നെ ചില ആൾക്ക്, ചില കുടുംബത്തിൽ എല്ലാവർക്കും ഒരു പ്രത്യേക ഭയം, ചില ഡിപ്രഷൻ, അപകട മരണം, ഒരുങ്ങാത്ത മരണം, ഹാർട്ട് അറ്റാക്ക്, അങ്ങനെ പല മേഖലകളിലും ചില അരൂപികൾ കയറിയിട്ട് ആ കുടുംബത്തെ, ആ കുടുംബാംഗങ്ങളെ ഒരു പ്രത്യേകമായ അടിമത്തത്തില് ബന്ധിച്ചിട്ടിരിക്കുന്ന ഒത്തിരിയേറെ മേഖലകൾ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ സംഭവങ്ങളും കാര്യങ്ങളും കാണുമ്പോൾ അതിനെ ചൊല്ലി എണ്ണിപ്പറക്കി വിളിച്ചും കരഞ്ഞും അപേക്ഷിക്കാതെ അനേകം പേര് അച്ഛനെ വിളിക്കുന്ന, അനേകം പേര്. ഇന്നലെ അമ്മച്ചി പറയായിരുന്നു, മോളോട് ഉള്ളിലിരുന്ന് ആരാണ്ട് പറയാ, നീ മരിക്കി, നീ കൈ മുറുക്കി, നീ ചാവ്, നീ ചാവ്. ഒത്തിരിയേറെ പേര് പറഞ്ഞ കാര്യം ഇത്. ഉള്ളിലിരുന്ന് ആരോ പറയാണെന്ന്, നീ അങ്ങനെ ചെയ്യും, നീ ഇങ്ങനെ ചെയ്യും. നാളെ കൊച്ചു പറയാ, ഒരു ഉള്ളിലിരുന്നൊരു അരൂപി പറയാ, നീ അവന്റെ കൂടെ പോ, അവന്റെ കൂടെ പോ, നീ പപ്പി പോ, നീ മദ്യപിക്കി, നീ കറങ്ങാൻ പോ. ആരോ പറയാണ്. ഇതിന് പല പല കാര്യങ്ങൾ പറയാം. പക്ഷെ ആത്മീയമായ മേഖലയിൽ ഒറ്റ കാര്യമുള്ളൂ, ഇതിനൊക്കെ നമുക്കൊരു ഡെലിവറൻസ് വേണം, വിടുതൽ വേണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന്, നമ്മിൽ നിന്നും ഈ അരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കണം. ഇത് പലതിലൂടെയും കടന്നു വരാൻ ഞാൻ പറഞ്ഞില്ലേ, ആഭിചാരപ്പിന്റെ ഹലാല് ഭക്ഷണത്തിലൂടെ, ചില സ്പർശനത്തിലൂടെ. ഈ വർഗത്തിൽപ്പെട്ട ചില ആളുകൾ
പ്രേമം നടിക്കും, ഭയങ്കരമായിട്ട് സ്നേഹിക്കും. എന്നിട്ട് ആ കൊച്ചിനെ കൊണ്ടുപോയിട്ട് വ്യഭിചാരം ചെയ്യും. അവന്റെ ശരീര സ്പർശനത്തിലൂടെ, വ്യഭിചാരത്തിന്റെ മ്ലേച്ഛമായ പ്രവൃത്തിയിലൂടെ ഈ പിശാചിനെ കെട്ടാണ്. ഈ പിശാച് കയറിയ പിന്നെ ഈ കുഞ്ഞ് അവന്റെ നിയന്ത്രണത്തിൽ വീഴും. ഇതുപോലെ പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി ചതിയുടെയും വഞ്ചനയുടെയും പൈശാചികതയുടെയും പ്രവൃത്തികൾ അതുപോലെ നടക്കുന്ന ഒരു സമൂഹത്തിലാണ്, ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. കൂദാശ ജീവിതം അതിശക്തമാക്കണം. അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കണം. വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈശോയെ സ്വീകരിക്കണം. പരിശുദ്ധ അമ്മയെ, യോസേപ്പിതാവിനെ ഇടത്തും വലത്തും നിർത്തണം. വിശുദ്ധ മിഖായേൽ മാലാഖമാരെ വിളിച്ച് കൂടുതൽ സഹായം തേടണം. സ്വർഗത്തിന് സഹായം എപ്പോഴും അപേക്ഷിക്കണം. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കൂടുതൽ കൃപയിലും ദൈവിക ചൈതന്യത്തിലും ദൈവിക ശക്തിയിലും ഒക്കെ നിറഞ്ഞു നിന്ന് ജീവിക്കുവാൻ നമുക്കിടയാകും. അതോടൊപ്പം തന്നെ പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കണം. ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറഞ്ഞില്ലേ മക്കളെ, പിതാവേ, പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത്. പ്രാർത്ഥിക്കണം. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. ദുഷ്ടാരൂപി, തിന്മ അതിശക്തമാണ്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ജോലി, പഠനം, ബിസിനസ്, സാമ്പത്തിക മേഖല, ജോലി മേഖല, നമ്മുടെ മക്കളുടെ ആത്മീയ ജീവിതം, ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മീയ ജീവിതം ശക്തിപ്പെടുത്തി ആത്മാവിൽ വീണ്ടും ജ്വലിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വലിയൊരു അഭിഷേകം അത് നമുക്ക് കൂടിയേ തീരും. അതുകൊണ്ട് നമ്മൾ നാളെ ഈ നൊവേന അവസാനിക്കും. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി, പന്തക്കുസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ വിടുതൽ പ്രാർത്ഥനയും പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറയെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്തെ നിറച്ചെടുക്കും. ഞാൻ എപ്പോഴും പറയും, യഥാർത്ഥ വിടുതൽ എന്ന് പറഞ്ഞാല് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ നമ്മിൽ നിന്ന് മറ്റ് ആത്മാക്കൾ വിട്ടുപോകും. ആ വിടുതലാണ് യഥാർത്ഥ വിടുതൽ. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ നല്ല രമേശ്വർ പറഞ്ഞു, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. മാമോദിസായിലൂടെ എൻ്റെ കുഞ്ഞിലേക്ക് വന്ന് എൻ്റെ കുഞ്ഞിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ, എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കണം. എൻ്റെ കുഞ്ഞിൽ നിറയണം. അവിടെ ചിന്തകളെ, വികാരങ്ങളെ, തോന്നലുകളെ അവിടുന്ന് നയിക്കണം. അങ്ങനെ മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി, അമ്മായിമ്മയ്ക്ക് വേണ്ടി, ആദ്യം അവനവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഭിഷേകവും ഈ വിടുതലും ഈ ശക്തിയും സ്വന്തമാക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, 8-ാം ദിവസമാണ്. കർത്താവ് അതിശക്തമായിട്ടാണ് ഈ പ്രാർത്ഥനയിൽ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകായിരങ്ങളെ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പുതുതായിട്ട് വന്ന എല്ലാ മക്കളെയും അച്ഛനെയും മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും ഈ അഭിഷേകത്തിന്റെയും ഈ കൃപാജീവിതത്തിന്റെയും, നമ്മുടെ ഈ വർഷത്തെ വിഷയം എന്താണ്? കൃപാജീവിതം, ദൈവൈക്യ ജീവിതം. ഈ കൃപാജീവിതത്തിന്റെയും ദൈവൈക്യ ജീവിതത്തിന്റെയും വലിയ അഭിഷേകത്തിലേക്ക് അച്ഛൻ നിങ്ങൾ ക്ഷണിക്കണം. നിങ്ങളെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. നാളെ ബുധനാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനോടനുബന്ധിച്ച് നമ്മൾ 4 മണി വരെ ഉപവാസ പ്രാർത്ഥനയാണ്. അത്യാവശ്യം വെള്ളമൊക്കെ ഇവിടെ കിട്ടും. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് മക്കൾക്ക് വേണ്ടി ഉപവസിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഈശോ പറഞ്ഞില്ലേ, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സഹനങ്ങൾ, വേദനകൾ എല്ലാവർക്കും ഉണ്ട്. കുടുംബത്തിൽ നിന്നും പലതിൽ നിന്നും ശരീരത്തിൽ നിന്നൊക്കെ ഉണ്ട്. ഈ സഹനങ്ങളെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ച് കർത്താവിന്റെ കുരിശോട് ചേർത്ത് സമർപ്പിച്ച് നമ്മുടെ സഹനങ്ങൾ, ത്യാഗപ്രവൃത്തികൾ, ഉപവാസം, പ്രാർത്ഥന എല്ലാം കൂടി ചേർത്ത് സാത്താനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൽ ആയുധങ്ങളാക്കി മാറ്റണം. അതുകൊണ്ട് പരാതിപ്പെടലും പെറുപെറുക്കലും സങ്കടങ്ങളും വേദനകളും എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ഈ ഒരു വിടുതലിന് വേണ്ടി ത്യാഗമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് ഈ ദിവസങ്ങളിൽ അത് ശക്തമാക്കാം. അതുകൊണ്ട് ബുധനാഴ്ച സാധിക്കുന്ന എല്ലാവരും കാർമൽ ധ്യാന കേന്ദ്രത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ കടന്നു വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. അവസാനം 3 മണി മുതൽ 4 മണി വരെ കരുണയുടെ മണിക്കൂറിൽ ശക്തമായ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരുരക്തത്തിന്റെ ശക്തമായ സംരക്ഷണം തേടി വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ പ്രാർത്ഥനയുടെ ദിവസമാക്കിയിട്ട് ബുധനാഴ്ച മാറ്റും.
വെള്ളിയാഴ്ച മുതൽ ഇവിടെ ധ്യാനമാണ്. 15, 16, 17 ധ്യാനമാണ്. ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. 19-ാം തീയതി മുതൽ നമ്മുടെ യുവമക്കളുടെ ധ്യാനമാണ്. അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ ഒത്തിരി ക്ഷീണമുണ്ട്. ഇപ്പോൾ ഇരിങ്ങാലക്കുട കൺവെൻഷന് അവസാനത്തെ ദിവസമാണ്. അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. കർത്താവിൻ്റെ അഭിഷേകം, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ അധികാരം, കർത്താവിൻ്റെ പ്രവൃത്തികൾ അച്ഛനിലൂടെ നിറവേറപ്പെടാനും നമ്മിലൂടെ പൂർത്തീകരിക്കപ്പെടാനും ഇടയാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. അച്ഛനും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒപ്പം വീണ്ടും ഞാൻ പറയാണ്, നമ്മുടെ ഈ പ്രാർത്ഥനയിലേക്കും ശുശ്രൂഷയിലേക്കും അനേകം മക്കളെ കൂട്ടിച്ചേർക്ക്. ഇപ്പം നമ്മുടെ നിത്യാരാധന ചാപ്പല്, നമ്മുടെ ആരാധന യാത്രകൾ, ദിവ്യകാരണ യാത്രകൾ, അതൊക്കെ ഇനി കൂടുതൽ ശക്തമാക്കണം, പ്രബലമാക്കണം. അതിലൊക്കെ നിങ്ങളുടെ പങ്കാളിത്തവും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സഹായവും നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ അച്ഛനോട് കൂടെ വേണം. കാർമൽ ധ്യാനത്തോട് കൂടെ വേണം. ഈ ധ്യാന കേന്ദ്രത്തോട് കൂടെ വേണം. ഇനി ആർക്കെങ്കിലുമൊക്കെ ഇവിടെ വന്ന് സഹായിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. ദിവ്യാന യാത്രയിൽ ധ്യാനങ്ങൾക്ക് സഹായിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ആർക്കെങ്കിലൊക്കെ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനെ കോണ്ടാക്ട് ചെയ്യുക. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. നമ്മൾ ഒരുമിച്ചാണ്, ഒറ്റയ്ക്കല്ല. ഒരുമിച്ച് കർത്താവിൻ്റെ മക്കൾ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്, ഞങ്ങൾ അങ്ങയുടെ അവകാശമാണ്. അങ്ങയെ സ്വന്തമാക്കി ജീവിക്കേണ്ടവരാണെങ്കിൽ കർത്താവെ, അങ്ങനെയൊക്കെ ജീവിക്കാതെ പോയതിൻ്റെ പാപങ്ങളും വീഴ്ചകളും പ്രമാണ ലംഘനങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ കുടുംബങ്ങളെയോ നശിപ്പിക്കാനായിട്ട് ഒരു പിശാചിനോ ഒരു ആഭിചാരത്തിനോ ഒരു സാത്താന്യ ശക്തികൾക്കോ ഒരു ദുരാത്മ ദുർഭുഖങ്ങൾക്കോ ഇടയാകാത്ത വിധം കർത്താവെ, അധികാരത്തോടെയുള്ള അങ്ങയുടെ പുതിയ പ്രബോധനത്തിന്റെ ശക്തിയാൽ അങ്ങയുടെ നാമത്തിൽ അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സഭയുടെ അധികാരത്തിലും പൗരോഹിത്യ അധികാരത്തിലും ക്രിസ്ത്യാനി എന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്രിതമാക്കപ്പെട്ട അധികാരത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലുള്ള, ഞങ്ങളുടെ കുടുംബത്തിലുള്ള, ഞങ്ങളുടെ മക്കളിലുള്ള, പാരമ്പര്യത്തിലുള്ള എല്ലാ പൈശാചിക ശക്തികളെയും അന്ധകാര ശക്തികളെയും അവന്റെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവസാനിപ്പിച്ച് അവനെ തന്നെ ബഹിഷ്കരിച്ച് ഈശോയെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വലിയ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. വലിയ പ്രാർത്ഥനയോടെ ഈ വിടുതൽ പ്രാർത്ഥനയിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, അങ്ങേ സന്നദ്ധിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്ര വെച്ചുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. മക്കളെ, തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയുടെയും യോസേപ്പ് പിതാവിന്റെ സാന്നിധ്യം നമ്മോട്, നമ്മുടെ കുടുംബത്തോടും നമ്മുടെ മക്കളോടും കൂടി ഉണ്ടാകട്ടെ. മാലാഖമാരുടെ സാന്നിധ്യം നമുക്ക് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെ ശക്തമായ മാധ്യസ്ഥം നമുക്കിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ
പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലിലൊരിക്കലും ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, തിരുസഭയെ അസ്വസ്ഥതപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. ആമേൻ. വലിയ പ്രാർത്ഥനയോടെ നമ്മുടെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് ഈശോ ഈ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആധിപത്യങ്ങളോ അധികാരങ്ങളോ ഞങ്ങളിലേക്കോ ഞങ്ങളുടെ കുടുംബത്തിലേക്കോ ഞങ്ങളുടെ മക്കളിലേക്കോ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരിലേക്കുമോ തിന്മയായിട്ട് കടന്നു വരാൻ ഇടയാകാത്ത വിധം അങ്ങനത്തെ ഒരു രക്തം കൊണ്ട് കോട്ട കെട്ടണമേ. ഞങ്ങളുടെ മക്കളുടെ ചുറ്റും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചുറ്റും, ഞങ്ങളുടെ വീടിന് ചുറ്റും, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിന് ചുറ്റും, എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കൾക്കും ചുറ്റും, അവർക്കുള്ളവർക്കും അവർക്കുള്ളവയ്ക്കും ചുറ്റും തിരുരക്തത്തിന്റെ കോട്ട കെട്ടി വേലി കെട്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് വിശ്വാസമേറ്റ് പറയാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെയും നമ്മൾ നേരിടുന്ന എല്ലാ അവസ്ഥകള്, തകർച്ചകള്, ദുരന്തങ്ങള്, ആക്രമണങ്ങള്, പൈശാചിക പീഡകള്, ദുരാത്മ ദുർഭൂതങ്ങളുടെ പ്രത്യേകമായ സ്വഭാവങ്ങളും ചില അടിമത്തങ്ങളും, ആത്മഹത്യ പ്രവണത, മദ്യപാനാസക്തി, വ്യഭിചാരാസക്തി, അനുസരണക്കേട്, അങ്ങനെയുള്ള എല്ലാ പൈശാചിക ശക്തികളും അതിന് കാരണമായ എല്ലാ മേഖലകൾ സമർപ്പിച്ചുകൊണ്ട് ഈ ബഹിഷ്കരണ പ്രാർത്ഥനയിലേക്ക് നമ്മെ, നമ്മുടെ കുടുംബത്തെയും മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിശബ്ദമായിട്ട് നിങ്ങളുടെ അവസ്ഥകൾ, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ചില ആക്രമണങ്ങൾ എല്ലാം ഈശ്വര മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിൽ, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയിലും സാന്നിധ്യത്തിലും ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്തു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യമക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ,
ഇസ്ലാമിക ജിന്നിന്റെയും ഹലാലിന്റെയും വശീകരണ യന്ത്രങ്ങളുടെയും ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരിൽ നിന്നും, ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും, ഇവരുടെ മക്കളിൽ നിന്നും, ജീവിത വഴികളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനി ഒരിക്കലും ഇവരെയോ, ഇവരുടെ കുടുംബങ്ങളെയോ, ഇവരുടെ മക്കളെയോ, ജീവിതങ്ങളെയോ അസ്വസ്ഥതപ്പെടുത്തരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ, മനസ്സിനെയോ, ശരീരത്തെയോ, ജീവിതത്തെയോ, ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും, രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും തെറ്റായ തോന്നലുകളും തെറ്റായ തീരുമാനങ്ങളും മരിക്കണമെന്നുള്ള ചിന്താഗതികളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും, അധമ വികാരങ്ങളും, വിദ്വേഷ വൈരാഗ്യങ്ങളും, കലഹങ്ങളും, ഭിന്നതകളും, സംശയങ്ങളും, ആസക്തികളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും, ദുരാസക്തികൾക്കും ദുഷ്ചിന്തകളും ഉളവാക്കുന്ന, ദുഷ്പ്രവർത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ട ആത്മാക്കളെയും, എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടമായ സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും അവന്റെ വഞ്ചനകളെയും എല്ലാത്തിന്റെയും ഉറവിടമായ പൈശാചിക ശക്തികളെയും പാരമ്പര്യത്തിലൂടെ, പൂർവികരിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, തലമുറയിലേക്ക്, വീട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ദുരാത്മ ദുർഭൂതങ്ങളെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരുടെ ആത്മാവിൽ നിന്നും, മനസ്സിൽ നിന്നും, ശരീരത്തിൽ നിന്നും, ജീവിത സാഹചര്യത്തിൽ നിന്നും, മക്കളിൽ നിന്നും, പാരമ്പര്യത്തിൽ നിന്നും, തലമുറയിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇനി ഒരിക്കലും ഇവയൊന്നും അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ തിരുരക്തം ഇവർക്കും ഇവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കട്ടെ. അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ അടയാളം ഇവർക്ക്, ഇവരുടെ കുടുംബങ്ങൾക്ക്, ഇവരുടെ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരെ വലയം ചെയ്യുകയും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നിത്യകന്യകയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും പിശാചുക്കളുടെ പേടി സ്വപ്നമായ വിശുദ്ധ യൗസേപ്പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥവും സംരക്ഷണവും ഇവർക്കും ഇവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി അങ്ങയുടെ ഈ മക്കൾ സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ യോഗ്യരായി തീരുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ സമർപ്പിക്കാം. മക്കളെ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതർക്ക് മോചനം,
അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനത്തിലൂടെ അനേക പിശാചുകളെ ബഹിഷ്കരിച്ച് പുറത്താക്കിക്കൊണ്ട് ഗലീലിലുടനീളം ചുറ്റി സഞ്ചരിച്ച കർത്താവ് തൻ്റെ പരസ്യ ജീവിതത്തില് അനേകം മക്കളെ സ്വതന്ത്രരാക്കി പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പൈശാചിക പീഡകളിൽ നിന്ന്, ആക്രമണത്തിൽ നിന്ന് ഒക്കെ മോചിപ്പിച്ചു. കർത്താവെ, ആ വലിയ ശക്തി ഞങ്ങളിലേക്ക് പ്രവഹിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയില് ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്കൊക്കെ പ്രവഹിപ്പിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഈ ആശീർവാദത്തില് ദിവ്യകാരുണ്യത്തിൽ നിന്നുള്ള ആ അധികാരത്തിന്റെ ശക്തി, പുതിയ പ്രബോധനത്തിന്റെ അധികാരത്തിന്റെ ശക്തി ഈ മക്കളിലേക്ക് ഓരോരുത്തരിലേക്കും അങ്ങ് പ്രവഹിപ്പിക്കണമേ കർത്താവെ. ഇവർ പ്രാർത്ഥിക്കുന്ന മക്കള് പ്രാർത്ഥിക്കുന്ന മേഖലകളിലേക്കൊക്കെ അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈ വലിയ ശക്തി പുറപ്പെടുവിച്ചുകൊണ്ട് വലിയ വിടുതലും സ്വാതന്ത്ര്യവും അതിന്റെ പൂർണ്ണതയില് അനുഭവിച്ചറിയാൻ ശരീരത്തില്, ജീവിതത്തില്, മക്കളില്, സാമ്പത്തിക മേഖലയില്, ജോലി മേഖലയില്, പഠന മേഖലകളില് അനുഭവിച്ച് ഇവരറിയണം. അതുപോലെ രക്തസാമ്പാദിച്ച സ്ത്രീ താൻ രോഗവിമുക്തിയായെന്ന് ശരീരത്തിൽ അനുഭവപ്പെട്ടതുപോലെ ഈ വലിയ വിടുതലിന്റെ വലിയ അനുഭവം ഈ മക്കൾക്കും അനുഭവപ്പെടുവാൻ ഇടയാകട്ടെ. ഇതിനെല്ലാം വേണ്ടി ഈശോയെ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. മക്കളെ, നിങ്ങളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ഒരു വിടുതലിന് വേണ്ടി ആശീർവാദ സമയത്ത് നിങ്ങളെ, നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ സമർപ്പിച്ച് ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ആ ദിവ്യവരങ്ങൾ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് ചിന്തിക്കൊണ്ട് ഞങ്ങളെല്ലാവരെയും അങ്ങ് വിടുതലിന്റെ ശക്തിയാൽ, അധികാരത്തിന്റെ പുതിയ പ്രബോധന ശക്തിയാൽ വിമോചനത്തിലേക്ക് നയിക്കണമേ. സൗഖ്യവും വിടുതലും സമാധാനവും എല്ലാം ഞങ്ങൾ പ്രാപിക്കട്ടെ. സ്തുതിച്ച് നന്ദിയോടെ ഈ ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ഈ വിമോചന പ്രാർത്ഥനയുടെ നൊവേനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവരാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആ മക്കളെയും ആ മേഖലകളെയും അനുഗ്രഹിക്കണമേ. നാളെ 9-ാം ദിനത്തില് കർത്താവെ, വലിയ ശക്തമായ വിടുതലും സ്വാതന്ത്ര്യവും ശരിക്കും അനുഭവിക്കത്തക്ക വിധം അങ്ങയുടെ പ്രവൃത്തികൾ അങ്ങ് പ്രകടമാക്കണമേ. നാളത്തെ ഉപവാസ പ്രാർത്ഥനയും കർത്താവ് അങ്ങയുടെ കൂടെ ഇരുന്ന് അങ്ങയുടെ കൃപയും ഐക്യവും പ്രാപിക്കാനുള്ള പ്രാർത്ഥനയും അതുപോലെ അങ്ങ് ഏറ്റെടുക്കണമേ. അനേക മക്കളെ കൂട്ടിക്കൊണ്ടുവരണമേ, അനേക മക്കളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ.